കുണ്ടറയിൽ 10 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ കസ്റ്റഡിയിലായവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഫോറൻസിക് സർജൻ ഡോക്ടർ വത്സലയുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. മരിക്കുന്നതിന് 3 ദിവസം മുൻപ് പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് മൊഴി. രാജ്കുമാർ നൽകും കൊല്ലത്തുനിന്നും വിശദാംശങ്ങൾ. രാജ്കുമാർ, വളരെ നിർണായകമായ മൊഴിയാണ് ഫോറൻസിക് സർജന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിരിക്കുന്നത്. അതായത് പെൺകുട്ടി നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണോ ആ മൊഴിയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കുണ്ടറയിൽ മരിച്ച 10 വയസ്സുകാരി നിരന്തരമായ ക്രൂരമായും ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഈ കുട്ടി ഇരയായിട്ടുണ്ട്. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെ ഇത് തുടർന്നിട്ടുണ്ടെന്നാണ് ഇവർ മൊഴി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടിയുടെ മരണം ആത്മഹത്യ എന്ന് തന്നെയുള്ള ഒരു ഉറപ്പിച്ചു പറയുന്ന തരത്തിലുള്ള മൊഴിയാണ് ഈ ഫോറൻസിക് സർജൻ ഡോക്ടർ വത്സല നൽകിയിട്ടുള്ളത്. എന്തായാലും അവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലുള്ളവർ ചോദ്യം ചെയ്യലിന്റെ നിസ്സഹകരണം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ വരെ കുണ്ടറ കിഴക്കേ കല്ലടയിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഇവരെ ചോദ്യം ചെയ്തിരുന്നത്. അവിടെ പോലീസിന് കൃത്യമായ അവിടെ നിന്നുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യവും സൗകര്യവും കുറഞ്ഞതിനെ തുടർന്ന് മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. അത് കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഓഫീസാണെന്ന് പിന്നീട് മാധ്യമപ്രവർത്തകർ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ വളപ്പിൽ വെച്ച് ഒരു റൂമിൽ ഇവരെ ഈ കസ്റ്റഡിയിലുള്ളവരെ അമ്മ ഉൾപ്പെടെ ഉള്ളവരെ ചോദ്യം ചെയ്യൽ പോലീസ് തുടരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മരിച്ച പെൺകുട്ടിയുടെ സഹോദരി CWC അതായത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണ്. ആ കുട്ടിയുടെ മൊഴി നിർണായകമാകും. ആ കുട്ടിയെ ബോധവൽക്കരിക്കുന്നതിനും ആ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യുന്നതിനുള്ള തുടർ നടപടികൾ ഇപ്പോഴും അത് പുരോഗമിക്കുകയും ചെയ്യുന്നു. ആ കുട്ടി ഇന്നെങ്കിലും ഇത്തരം കാര്യങ്ങൾ കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഈ കേസിൽ വലിയൊരു വഴിത്തിരിവാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ് ഇപ്പോഴും ഉള്ളത്. കസ്റ്റഡിയിലുള്ള 4 പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത മറ്റ് 5 പേരെ പോലീസ് വിട്ടയച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ മരണത്തിലെ ദുരൂഹത മാറ്റണമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അല്പം മുമ്പ് കൊട്ടാരക്കരയിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിന് സമീപത്ത് വെച്ച് പറഞ്ഞത്. ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചത് ഈ കുട്ടി കൊല്ലപ്പെടുകയായിരുന്നു, ഇത് ആത്മഹത്യ അല്ല, ഇതിന് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിൽ കൃത്യമായി അമ്മയ്ക്കും മുത്തച്ഛനുമാണ് ഈ കുട്ടിയുടെ കൊലപാതകത്തിൽ പങ്ക് എന്നുവരെ രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ആ ദുരൂഹത തന്നെയാണ് രാജ്കുമാർ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നത്. പ്രത്യേകിച്ചും അത് കുട്ടിയുടെ ബന്ധുക്കളെ, അമ്മയെയും അപ്പൂപ്പനെയും ഒക്കെ ചുറ്റിപ്പറ്റിയാണ് ആ ദുരൂഹത നിൽക്കുന്നത്. ഇവർ ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരിക്കുകയും ചെയ്തു. ഇനി ഏത് രീതിയിലാണ് ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുക? ഈ മൂത്ത പെൺകുട്ടി അടക്കം വീണ്ടും കൗൺസിലിങ്ങിന് വിധേയമാക്കിയാൽ ഒരു തുമ്പ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. തീർച്ചയായും അത് ഇന്നലെയും മെനിഞ്ഞാന്നാണ് ഈ കുട്ടിയെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സുരക്ഷയിലേക്ക് മാറ്റിയത്. അവിടെ പെൺകുട്ടി സുരക്ഷിതയാണ്. പെൺകുട്ടിയെ മെനിഞ്ഞാന്നും കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ കൗൺസിലിംഗ് എത്തിയിരുന്നു. ഇന്നലെയും കൗൺസിലിംഗ് നൽകി. ഇന്നും ആ പ്രക്രിയ തുടർന്നും ചെയ്യുന്നുണ്ട്. കുട്ടി നാളിതുവരെ അമ്മയുടെ സംരക്ഷണയിലായതിനാൽ അമ്മ മരിക്കും, അമ്മ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഒരു ഭീഷണിയുടെ ശബ്ദം മാത്രമാണ് ഈ കുട്ടിയുടെ കാതുകളിൽ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് എന്നാണ് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നമ്മളോട് പറഞ്ഞത്. ആ നിലയ്ക്ക് സാഹചര്യത്തിൽ മാറ്റം വന്നാൽ മാത്രമേ ആ ഒരു മാനസികാവസ്ഥ മാറി കുട്ടി സ്വതന്ത്രയാണ്, മറ്റുള്ളവരുമായി ഇപ്പം മിങ്കിൾ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്, മറ്റുള്ള കുട്ടികളുമായി സഹകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് കുട്ടിയിൽ നിന്ന് അതിന് ധൈര്യവും പകർന്നുകൊണ്ട് കുട്ടിയിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുമോ? നിലവിലുള്ള ബാല സംരക്ഷണ നിയമപ്രകാരം അതെല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അത്തരം നടപടികളിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരി രാജ്കുമാർ, നമുക്ക് സമയപരിമിതിയുണ്ട്. ഏതായാലും കുണ്ടറയിലെ പീഡനത്തിൽ ഒരു വലിയ ദുരൂഹതകൾ ഇപ്പോഴും അവസാനിക്കാതെ നിൽക്കുകയാണ്. പ്രത്യേകിച്ചും കുട്ടിയുടെ ബന്ധുക്കൾ അമ്മയെയും അമ്മയുടെ അച്ഛനെയും മുത്തച്ഛനെയും ചുറ്റിപ്പറ്റിയാണ് ഈ ദുരൂഹത നിൽക്കുന്നത്. മൂത്ത കുട്ടിയെ വീണ്ടും കൗൺസിലിംഗ് എല്ലാം തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു ലിങ്ക് കിട്ടുമോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. ഏതായാലും അവിടെ സമഗ്രമായ അന്വേഷണം തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് രാജ്കുമാർ കൊല്ലത്ത് നിന്ന് നമുക്ക് നൽകിയ വിവരങ്ങൾ.